ഹേ ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇത്തവണ ഒരുപാട് റംബൂട്ടാൻ നമുക്ക് കിട്ടിയായിരുന്നു. സോ ആദ്യം ഇന്ന് കുറച്ച് റംബൂട്ടാൻ എടുത്ത് അച്ചാറിട്ടാലോ നമുക്ക്. സോ അതിനായിട്ട് ആദ്യം റംബൂട്ടാൻ എല്ലാം എടുത്ത് ഇതേപോലെ തൊലി കളഞ്ഞ് അതിനുള്ളിൽ ആ വൈറ്റ് സാധനം മാത്രം എടുത്ത് മാറ്റി മാറ്റി വയ്ക്കുക. ഇടയ്ക്ക് 1-2 നല്ല ടേസ്റ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നല്ല ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. ഇഷ്ടംപോലെ വൈറ്റമിൻ സി ഉണ്ട് അതിൽ. സോ അത് നമ്മുടെ ഈ ഒരു സ്കിൻ ഇൻഫെക്ഷനും അത്തരം കാര്യങ്ങൾക്കും ഒക്കെ അഗൻസ്റ്റ് ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ റംബൂട്ടാൻ. പിന്നെ മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. കുറച്ച് കലോറീസേ ഉള്ളൂ താനും. സോ ഇത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാനായിട്ട് പറ്റിയൊരു സാധനമാണ്. എന്തായാലും നമുക്ക് അച്ചാറിൻ്റെ റെസിപ്പിയിലോട്ട് തിരിച്ചു വരാം. കുറച്ച് വെളുത്തുള്ളി നമ്മളെടുത്ത് പീൽ ചെയ്ത് വെക്കുക. ഇഞ്ചി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അടുപ്പിൽ പാത്രം വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അധികം ടേസ്റ്റ് തരുന്ന എണ്ണ. സോ അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ചൂടാകുമ്പോഴത്തേക്കും വേണം കടുക് ചേർക്കാൻ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും, ഇങ്ങനെ കുടുക്കിടുക്കിടാ പൊട്ടിത്തുടങ്ങും. കടുകൊക്കെ പൊട്ടി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഇഞ്ചിയൊക്കെ എടുത്ത് അങ്ങോട്ട് റെഡിയാക്കുക. ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. സോ ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ ആ ഇഞ്ചി ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. സോ കടുകിട്ടു, ഇഞ്ചി ഇട്ടു, ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലകൾ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും അച്ചാറിന്. സോ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട കേട്ടോ. ദെൻ അതിലേക്ക് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു ചെറിയൊരു കളറിന് വേണ്ടി മഞ്ഞപ്പൊടി. ദെൻ അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നു. ഇപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അച്ചാറിന് നല്ല കളറും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. നമ്മളെന്തായാലും സാധാ മുളക് പൊടിയാണ് ചേർത്തത്. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് റെഡിയാക്കുക. ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്ന സാധനം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവർ കിട്ടും. സോ അച്ചാർ പൊടിയാണ് കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കളറും ഒരു ഫ്ലേവറും ഒക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ അത് ചേർക്കുന്നത്. ഇത് റെഡി ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ റംബൂട്ടാൻ ചേർത്ത് കൊടുക്കാൻ സമയമായി. റംബൂട്ടാൻ നേരത്തെ മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ തന്നെ ജ്യൂസാണ്, വെള്ളമൊന്നുമില്ല. അതിൻ്റെ ജ്യൂസസോട് കൂടിയ ആ റംബൂട്ടാൻ നമ്മൾ ചേർത്ത് നല്ലപോലെ അങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഈ റംബൂട്ടാന് പിന്നിലൊരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. പണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാടുകളിലായിട്ട് ഒരു പയ്യൻ താമസിച്ചിരുന്നുവെന്നും ആ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ഒരു ക്ഷാമം പോലെ ഉണ്ടായി. അങ്ങനെ അവരെല്ലാം പട്ടിണിയായ സമയത്ത് ഇവൻ അവൻ്റെ ഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച് മൃഗങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ വനദേവത കൊടുത്ത ഒരു ഫ്രൂട്ടാണ് ഈ റംബൂട്ടാൻ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അടുത്തതായിട്ട് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അച്ചാറിലേക്ക് ആവശ്യത്തിന് ചേർക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി പിന്നെ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ദെൻ നമുക്ക് അതിലേക്ക് നാടൻ ചൊറുക്കയാണ് വേണ്ടത്. ഈ സിന്തറ്റിക് വിനീഗറിനെക്കാട്ടിൽ നാടൻ ചൊറുക്കയാണ് എപ്പോഴും ടേസ്റ്റ് നൽകുന്നത്. പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് നാടൻ ചൊറുക്ക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മായമോ അങ്ങനത്തെ പ്രോബ്ലംസോ ഒന്നുമില്ല. ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. സോ എന്തായാലും നാടൻ ചൊറുക്ക ചേർത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ ഒരു ഉപ്പോ പുളിയോ എന്തെങ്കിലും ഒരു സാധനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെയും തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന കായമാണ്. കായം ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ അതിന് വരും. അതുകൊണ്ടാണ് കായം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കായം അച്ചാറിൻ്റെ എല്ലാ ടേസ്റ്റുകളെയും ഒരു രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുകയും ചിലതിനെ എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ എരിവാവാൻ തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടി ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും നല്ലപോലെ ഇളക്കുക. ഇപ്പം തന്നെ നല്ല മണം വരും കേട്ടോ അച്ചാറിൻ്റേതായിട്ടുള്ള. നമുക്ക് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, പക്ഷെ നാക്ക് പൊള്ളിപ്പോവും. സോ നമ്മൾ പതുക്കെ ഒന്ന് തണുത്ത് സെറ്റായിട്ടേ കഴിക്കാവൂ. സോ എന്തായാലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതാ കണ്ടില്ലേ, സെറ്റായി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലഷിലേക്ക് ഈ ഒരു ഫുൾ ഫ്ലേവേഴ്സ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ആ ഒരു റെഡ് ആയിട്ടിരിക്കും. ഇതിനെല്ലാം മേളിലൂടെ നമ്മൾ കുറച്ച് മധുരം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വളരെ ചെറിയ അളവിൽ, ഒരു 1/2 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനാണ്. കാരണം ഇതിലിപ്പോൾ ഒരുപാട് ചൊറുക്കയും പിന്നെ മുളക് പൊടിയും ഉപ്പും എല്ലാം വന്നിട്ടുണ്ട്. സോ അത് ഫുള്ളൊന്ന് ബാലൻസ് ആവാനായിട്ട് ഒരല്പം പഞ്ചസാര. റംബൂട്ടാൻ ഓൾറെഡി മധുരമുണ്ട്, എന്നാലും നമ്മളൊരല്പം പഞ്ചസാരയും കൂടെ ചേർക്കുക. ഇതോടുകൂടി നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചേർക്കാനായിട്ടില്ല. അതാ നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും മെല്ലെ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കളറും നല്ല മണവും ആ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റും ഒരു രക്ഷയില്ല. നല്ല കിടിലൻ അച്ചാറാണ്. നമുക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണം പോവും. കിടുക്കാച്ചി സാധനം. കുറച്ച് മധുരവും കുറച്ച് എരിവും കുറച്ച് പുളിയും എല്ലാം കൂടെ നമുക്ക് ഭയങ്കര നാക്കിലൊരു എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിച്ചൺ സൈനിങ് ഓഫ്. ബൈ.